ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. ഇന്നത്തെ വീഡിയോ എം സ്റ്റോക്കിനെ കുറിച്ചാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുമ്പും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടവർ ഇത് കാണണമെന്നില്ല, കാരണം സെയിം കണ്ടൻറ്റ് തന്നെയാണ്. കാണാത്തവരുണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യമായിട്ട് നമുക്ക് എം സ്റ്റോക്കിൻ്റെ പ്രത്യേകതകളൊന്ന് നോക്കാം. 999 രൂപ വൺ ടൈം ആയിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 0 ബ്രോക്കറേജാണ് ഓൾ സെഗ്മെൻറ്റിനും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ഇത് ലൈഫ് ടൈമാണ് കേട്ടോ. 999 രൂപ പ്ലസ് GST കൂടെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാ സെഗ്മെൻറ്റിനും ഇക്വിറ്റി, ഫ്യൂച്ചർ, ഓപ്ഷൻസ് എല്ലാ സെഗ്മെൻറ്റിനും നമുക്ക് ബ്രോക്കറേജ് 0 ആണ് വരുന്നത്. അപ്പോൾ വലിയൊരു ലാഭം നമുക്ക് അവിടെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. എം സ്റ്റോക്സ് മിറായി അസറ്റിൻ്റെയാണ്. ഇവർക്ക് ഒരുപാട് മ്യൂച്വൽ ഫണ്ടുകളൊക്കെ ഉള്ളത് അറിയാമല്ലോ. ഇവർക്ക് 25 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ട്രേഡുകളും കാര്യങ്ങളും ഒക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അതായത് അക്കൗണ്ട് എടുക്കാനും 5 മിനിറ്റ് മതി എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 0 ബ്രോക്കറേജ് ആണ്. അതിന് നമ്മൾ ഈ പേയ്മെൻറ്റ് കൊടുക്കണം, എന്നാലും കുഴപ്പമില്ല. അതുപോലെ തന്നെ ഈ പൈസ ലൈഫ് ടൈമാണ്. അതായത് ഇതിനൊരു എക്സ്പയറിയോ അല്ലെങ്കിൽ എല്ലാ വർഷവും പുതുക്കൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. വൺ ടൈം പേയ്മെൻ്റ് ആണ്. അത് കൂടാതെ ഇവർ തരുന്ന ഒരു വണ്ടർഫുൾ ഓഫറാണ് MTF, മാർജിൻ ഫോർ ട്രേഡിംഗ് ഫണ്ട്, അല്ലെങ്കിൽ ഈ മാർജിൻ ഫെസിലിറ്റി എന്നൊക്കെ പറയും. ഇത് ഉപയോഗിച്ചിട്ട് 50% മുതൽ 80% വരെ ട്രേഡ് ചെയ്യാനായിട്ട് ഇവർ ഫണ്ട് അനുവദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് നന്നായിട്ട് അതിൻ്റെ എക്സാമ്പിൾ ഇവർ വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് 2500 ക്വാണ്ടിറ്റി റിലയൻസ് വാങ്ങണമെന്ന് വിചാരിച്ചോളൂ. ഇപ്പോഴത്തെ പ്രൈസ് 2408.70 ആണ് എന്നും വിചാരിച്ചോളൂ. ഇത് വാങ്ങാനായിട്ട് നമുക്ക് 60,22,000 രൂപ വേണം. എന്നാൽ എം സ്റ്റോക്സിൽ ഇത് 12 ലക്ഷം രൂപ മതി. ബാക്കിയുള്ള പൈസ, അതായത് 48 ലക്ഷം രൂപയോളം ഇവർ നമുക്ക് മാർജിനായിട്ട് അനുവദിക്കും. ഇങ്ങനെ മാർജിനായിട്ട് കിട്ടുന്ന പൈസയ്ക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. ആ ഇൻട്രസ്റ്റ് എത്രയാണ് വരുന്നത്? 7.99%. 8% എന്ന് കൂട്ടിക്കോളൂ. ഇത് ഇയർലി ആണ് വരുന്നത്. ഇപ്പോൾ നമുക്കറിയാം 8%-നൊക്കെ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ബാങ്കിൽ പോലും 1 ഇയർ നമ്മൾ ഇട്ട് കഴിച്ചാൽ നമുക്ക് പലിശ 7%-ഉം 6.5%-ഉം ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവർ ഈ 8% ഇൻട്രസ്റ്റ് മാത്രമേ നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുന്നുള്ളൂ. നമ്മളിപ്പോൾ ഒരു വണ്ടി മേടിക്കാൻ പോയാലും അല്ലെങ്കിൽ ഹൗസിംഗ് ലോൺ ആയാലും ഇൻട്രസ്റ്റ് വളരെ കൂടുതലാണ്. പക്ഷേ ഇവിടെ വളരെ ചെറിയ ഇൻട്രസ്റ്റേ ഉള്ളൂ എന്നുള്ളത് വളരെ അട്രാക്റ്റീവായിട്ടുള്ള കാര്യമാണ്. ഈ ഫണ്ടിങ് എമൗണ്ട് 25 ലക്ഷം രൂപയ്ക്ക് മുകളിലാകുമ്പോഴാണ് നമുക്ക് ഈ ചെറിയ ഇൻട്രസ്റ്റ് കിട്ടുക. തീർച്ചയായിട്ടും നമ്മൾ ചെറിയ പൈസ എടുക്കുന്നുള്ളൂ എങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് കുറച്ച് കൂടും. അത് 8.5%-ആകാം, 9%-ആകാം, 9.5%-ആകാം. 10 ലക്ഷത്തിനൊക്കെ താഴെ എടുക്കുന്നുണ്ടെങ്കിൽ 9.5% ഒക്കെ ആകും കേട്ടോ. ഇപ്പോൾ എല്ലാ ബിസിനസ്സിനും അതിൻ്റേതായ ഒരു ഇതുണ്ടല്ലോ. ഇപ്പോൾ ചെറിയ പൈസയെ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിരിക്കും. ഇവിടെ അത് കുറച്ചും കൂടെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അവൈലബിൾ മാർജിൻ 12 ലക്ഷമാണ്. എം സ്റ്റോക്സ് 48 ലക്ഷം പേ ചെയ്യുന്നു. 60 ലക്ഷത്തിൻ്റെ സ്റ്റോക്ക് നമുക്ക് വാങ്ങാനായിട്ട് പറ്റും. ഇൻട്രസ്റ്റ് റേറ്റ് 7.99%. ഇനി നമുക്ക് ഒരു താരതമ്യ പഠനം നടത്താം. ഇപ്പോൾ നമ്മൾ MTF എടുത്തിട്ട് ട്രേഡ് ചെയ്യുമ്പോഴും എടുക്കാതെ ട്രേഡ് ചെയ്യുമ്പോഴും നമുക്കുള്ള പ്രോഫിറ്റ് നമുക്ക് നോക്കാം. MTF എടുക്കുന്ന നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി മേടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്കൊരു 20% പ്രോഫിറ്റ് കിട്ടിയെന്ന് വിചാരിക്കാം. 12 ലക്ഷത്തി സംതിങ് രൂപ നമുക്കിവിടെ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. ബ്രോക്കറേജ് 0 ആണ്. സബ്സ്ക്രിപ്ഷൻ ചാർജ് ഒന്നുമില്ല. നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടത് 31,637 രൂപയാണ്. നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 11,72,714 എന്നാൽ MTF എടുക്കാതെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, വിത്തൗട്ട് MTF. അപ്പോൾ MTF എടുക്കാതെ ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് കുറച്ച് ഷെയറേ മേടിക്കാൻ പറ്റുള്ളൂ. 2500 ഷെയർ എന്നുള്ളത് നമുക്ക് 500 ഷെയർ മാത്രമേ മേടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ഇവിടെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ 500 ഷെയർ മേടിക്കുമ്പോൾ നമുക്ക് 20% പ്രോഫിറ്റ് കിട്ടിയെന്ന് വിചാരിക്കുക. അതേപോലെ 2500 ഷെയർ മേടിക്കുമ്പോൾ 20% പ്രോഫിറ്റ് തന്നെ കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ വലിയൊരു വ്യത്യാസം വരുന്നുണ്ട്. 500 ഷെയറേ ഉള്ളൂവെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 2,40,870 ആണ്. ഇൻട്രസ്റ്റ് ഇല്ല, സബ്സ്ക്രിപ്ഷൻ ഇല്ല, ബ്രോക്കറേജ് ഇതൊന്നുമില്ല. അപ്പോൾ ഞാൻ പറയുന്നത് ഒരുപാട് നിങ്ങൾ എടുക്കണ്ട, കുറച്ചൊക്കെ എടുത്ത് ചെയ്യാം. പിന്നെ മറ്റൊരു കാര്യമുണ്ട്. ഒരു ലോട്ട് ഇക്വിറ്റി ഷെയർ മേടിച്ചിട്ട് അറ്റ് ദ മണിയിൽ ATMൽ കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യുന്ന മെത്തേഡുണ്ട്. അത് നല്ല പവർഫുള്ളായിട്ടുള്ളൊരു മെത്തേഡാണത്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നവർക്ക് സൂപ്പറാണ്. കാരണം അഥവാ മാർക്കറ്റ് താഴേക്ക് പോയാൽ ഈ കോൾ ഓപ്ഷൻ അവർക്ക് പ്രോഫിറ്റ് കിട്ടും. പിന്നെ പ്രൊട്ടക്റ്റീവ് പുട്ട് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. കാരണം ഇത്രയും കൂടുതൽ നമ്മൾ എടുത്തതുകൊണ്ട് ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് വെക്കുക. അതായത് ഒരു 5000 അല്ലെങ്കിൽ 6000 രൂപ മുടക്കി ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് വെക്കുക. അഥവാ മാർക്കറ്റ് താഴേക്ക് പോയാൽ ഈ പുട്ട് ഓപ്ഷൻ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. അങ്ങനെ കുറേ മെത്തേഡുകളുണ്ട്. അപ്പോൾ വലിയ എമൗണ്ട് എടുക്കുന്നവർ ഓപ്ഷനും കൂടി അതിൻ്റെ കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴേക്ക് പോയാലും നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈവൻ താഴേക്ക് പോയാലും നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് MTF വളരെ നല്ലതാണ്. എം സ്റ്റോക്സിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 10 ലക്ഷം രൂപ വരെയാണ് നമ്മൾ എം സ്റ്റോക്സിൽ നിന്ന് മാർജിൻ എടുക്കുന്നതെങ്കിൽ 9.49% ഇൻട്രസ്റ്റ് വരിക.
10 ലക്ഷത്തിനും 25 ലക്ഷത്തിനും ഇടയ്ക്ക് 8.99% വരും. 25 ലക്ഷത്തിന് മുകളിൽ 7.99% വരും. ഇനി നമുക്ക് മറ്റ് ബ്രോക്കിംഗ് ഫേമുമായിട്ട്, ഇൻഡസ്ട്രിയിലെ മറ്റുള്ള ബ്രോക്കിംഗ് ഫേമുമായിട്ട് എം സ്റ്റോക്സിനെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇൻട്രസ്റ്റ് റേറ്റ് ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു. മറ്റുള്ള ബ്രോക്കിംഗ് ഫേമിൽ ഇത് 18% വരെ വരാം. പ്ലെഡ്ജ് ചെയ്യൽ എം സ്റ്റോക്സിൽ നമ്മൾ വാങ്ങുമ്പോൾ തന്നെ പ്ലെഡ്ജ് ചെയ്യാൻ പറ്റും. അതായത് അഡീഷണൽ പൈസ ഇടാതെ തന്നെ നമുക്ക് സ്റ്റോക്ക് വാങ്ങാനായിട്ട് പറ്റും. മറ്റ് ബ്രോക്കിംഗ് ഫേമിൽ നമ്മൾ ആദ്യമേ പൈസ ഇടണം, ഫുൾ പൈസ ഇട്ട് വാങ്ങണം. അത് കഴിഞ്ഞിട്ടേ പ്ലെഡ്ജ് ചെയ്തിട്ട് മാർജിൻ കിട്ടുള്ളൂ. പ്ലെഡ്ജ് ചെയ്യുന്നതിന് ചാർജ് ഉണ്ട്, വളരെ ചീപ്പാണ്. MTFൽ ഇത് 12 രൂപയാണ്. മറ്റ് ബ്രോക്കിംഗ് ഫേമിൽ 29 രൂപ വരെ വരാം. ഹോൾഡിംഗ് പീരീഡ് അൺലിമിറ്റഡ് ആണ്. പ്ലെഡ്ജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും നമുക്കിത് ഹോൾഡ് ചെയ്യാം. മറ്റ് ബ്രോക്കിംഗ് ഫേമിൽ 365 ദിവസം വരെ പറ്റുള്ളൂ, ഒരു വർഷം വരെ പറ്റുള്ളൂ. ചില ബ്രോക്കിംഗ് ഫേമിൽ അതിലും കുറവാണ്. 700ഓളം സ്ക്രിപ്റ്റുകളിൽ എം സ്റ്റോക്സ് ഈ മാർജിൻ ഫെസിലിറ്റി അനുവദിക്കുന്നുണ്ട്. മറ്റ് ബ്രോക്കിംഗ് ഫേമുകളിൽ അത് 200 മുതൽ 900 വരെയാണ്. 80% വരെ എം സ്റ്റോക്സ് ഫണ്ട് തരുന്നുണ്ട്. മറ്റ് ബ്രോക്കിംഗ് ഫേമിൽ അത് 50 മുതൽ 70% വരെയാണ്. സബ്സ്ക്രിപ്ഷൻ ചാർജ് ഒന്നുമില്ല, 0 എന്നാൽ മറ്റ് ബ്രോക്കിംഗ് ഫേമിൽ അത് 10,000 ഒക്കെ സബ്സ്ക്രിപ്ഷൻ ചാർജ് ഈടാക്കാം. ഹിഡൻ ചാർജസ് ഒന്നുമില്ല. മറ്റ് ബ്രോക്കിംഗ് ഫേമിൽ അതിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവാം. ഇനി നമുക്ക് ഈ മാർജിൻ ETF കാൽക്കുലേറ്റർ ഒന്ന് പരിശോധിക്കാം. ഇപ്പോൾ നമ്മൾ 50 ലക്ഷമാണ് നമ്മുടെ ടേൺ ഓവർ എന്ന് വിചാരിച്ചോളൂ, ഒരു വർഷത്തേക്കാണ്. മറ്റ് ബ്രോക്കിംഗ് ഫേമിൽ അത് 12% എന്ന് വിചാരിച്ചോളൂ. 12, 13, 18 ഒക്കെ ആവാം കേട്ടോ. നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുന്നത് 100 ഓർഡറാണ് എന്നും കൂടെ വിചാരിച്ചോളൂ. 100 അല്ല ഒരു വർഷത്തിൽ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഏറ്റവും മിനിമം ആണ് കണക്ക് കൂട്ടിയേക്കുന്നത്. ഇത് ബ്രോക്കറേജ് പേഴ്സൻറ്റേജ് ആണ്, അത് നമുക്ക് കൂട്ടേണ്ട. സാധാരണഗതിയിൽ 20 രൂപയാണ് ബ്രോക്കറേജ് വരിക. അപ്പോൾ ആ 20 രൂപ നമ്മൾ കൂട്ടുന്നു. എം സ്റ്റോക്സിലാകുമ്പോൾ നമുക്ക് ടോട്ടൽ എക്സ്പെൻസ് വരുന്നത് 3,19,060 രൂപയാണ്. അതിൽ ബ്രോക്കറേജ് 0 സബ്സ്ക്രിപ്ഷൻ എമൗണ്ടും 0 ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് 3,19,060 600. എന്നാൽ മറ്റ് ബ്രോക്കിംഗ് ഫേമിൽ ബ്രോക്കറേജ് വരുന്നുണ്ട്, അത് 2,000 രൂപ വരും. സബ്സ്ക്രിപ്ഷൻ ചാർജ് നമ്മളിവിടെ ഇട്ടിട്ടില്ല, ഇവിടെ വേണേൽ നമുക്ക് പ്ലേസ് ചെയ്യാം, നമ്മളത് ഇട്ടിട്ടില്ല. ഇൻട്രസ്റ്റ് ആയിട്ട് മാത്രം നമ്മൾ പേ ചെയ്യേണ്ടത് 4,80,000 രൂപയാണ്. അതായത് ഈ മാർജിൻ ഫെസിലിറ്റി ഉപയോഗിക്കുന്നവർക്ക് MTFൽ ഇത്രയും ചെറിയ ഒരു ട്രേഡ് ചെയ്യുമ്പോൾ പോലും 1,62,400 രൂപ സേവ് ചെയ്യാനായിട്ട് പറ്റും. ഇൻട്രസ്റ്റ് റേറ്റ് മാറ്റി ഇപ്പോൾ 18% ഒക്കെയുള്ള ബ്രോക്കിംഗ് ഫേം എനിക്കറിയാം. അപ്പോൾ അതൊക്കെയാണ് എങ്കിൽ ഈ ഒരു ഇൻപുട്ടിൽ പോലും നമുക്ക് ഹ്യൂജ് ഡിഫറൻസ് ആയിരിക്കും ഉണ്ടാകുക. എക്സ്പെൻസ് ഇവിടെ നോക്കിക്കുക, മറ്റ് ബ്രോക്കിംഗ് ഫേമിൽ 7,22,000 വരും. എന്നാൽ MTFൽ അത് 3,19,600 വരിക. അതായത് 4 ലക്ഷത്തിന് മുകളിൽ രൂപ നമുക്ക് ഒരു വർഷം സേവ് ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാ സെഗ്മെൻറ്റിലും ട്രേഡ് ചെയ്യാനായിട്ട് ബ്രോക്കറേജ് 0 ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരുടെ വെബ്സൈറ്റിൽ തന്നെ നോക്കാം. ഇക്വിറ്റി ഡെലിവറിക്കും ഇക്വിറ്റി ഇൻട്രാഡേക്കും ഇക്വിറ്റി ഫ്യൂച്ചേഴ്സിനും ഇക്വിറ്റി ഓപ്ഷൻസിനും കറൻസി ഫ്യൂച്ചേഴ്സിനും കറൻസി ഓപ്ഷൻസിനും നമുക്ക് 0 ബ്രോക്കറേജിൽ ട്രേഡ് ചെയ്യാം. എന്നാൽ MCXൻ്റെ കാര്യം ഇവിടെ എഴുതിയിട്ടില്ല, അതുകൊണ്ട് അതിന് ബ്രോക്കറേജ് ഉണ്ട്. അതുപോലെ തന്നെ ഓർഡറിന് ലിമിറ്റ് ഉണ്ടോ എന്ന് പല ബ്രോക്കിംഗ് ഫേമിലും ഓർഡറിന് ലിമിറ്റ് ഉണ്ട്. ഇപ്പം 100 ഓർഡർ അങ്ങനെയൊക്കെ ലിമിറ്റ് ഉണ്ടാവും. അപ്പോൾ അവരുടെ വെബ്സൈറ്റ് അത് ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ദെയർ ഈസ് ഓൾസോ നോ ലിമിറ്റ് ഓൺ ദ നമ്പർ ഓഫ് ഓർഡേഴ്സ് യു ക്യാൻ പ്ലേസ്. അപ്പോഴങ്ങനെ ഒരു പ്രശ്നമില്ല, എത്ര ഓർഡർ വേണമെങ്കിലും നമുക്ക് പ്ലേസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. Investments in securities markets are subject to market risks. Read all the related documents carefully before investing.